നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ നുണയനാരെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ വ്യവസായ മന്ത്രി പി രാജീവ് എന്ന് ഞാൻ നിസ്സംശയം ഉത്തരം പറയും. കാരണം ഇതുപോലെ നുണ പറയുന്ന മറ്റൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അറിയില്ല, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വളരെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു ഫലിപ്പിക്കും. പി രാജീവിന്റെ പ്രസംഗം കേട്ടിരിക്കാൻ തോന്നും. വളരെ സ്വാത്വികനായി വളരെ ശാന്തമായാണ് രാജീവ് സംസാരിക്കുന്നത്. രാജീവ് പറഞ്ഞ ഏറ്റവും വലിയ നുണ കേരളത്തിൽ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ തുടങ്ങിയെന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ഞാനത് വീണ്ടും പൊളിച്ചിരുന്നു. ഏതാണ്ട് 5-6 വർഷം മുമ്പ് വളരെ വ്യക്തമായി തന്നെ ആ അവകാശവാദം പൊളിച്ചതാണ്. ഇത്തരത്തിലാണ് രാജീവിന്റെ എല്ലാ അവകാശവാദങ്ങളും. അത്തരത്തിൽ മറ്റൊരു അവകാശവാദവുമായി രാജീവ് രംഗത്തെത്തിയിട്ടുണ്ട്. രാജീവ് പറയുന്നത് കിറ്റക്സാവ് പോയത് നന്നായി എന്നാണ്. അതുകൊണ്ട് കേരളത്തിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. 10,000 രൂപ ശമ്പളം കൊടുക്കുന്ന 10,000 ജീവനക്കാരെ കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതേസമയം ഇവിടെ IBM എത്തിയിരിക്കുന്നു. ഏതാണ്ട് 30 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന 2,000 പേരെ നിയോഗിച്ചിരിക്കുന്നു. 3,000 പേരെ കൂടി നിയോഗിക്കുന്നു. സാബു ശമ്പളമായി 120 കോടി ഉണ്ടാക്കുമ്പോൾ 600 കോടി രൂപ ശമ്പളമായി IBM ഇവിടെ എത്തിയിരിക്കുന്നു എന്നാണ് രാജീവിന്റെ അവകാശവാദം. ഞങ്ങൾ ചുമതലെടുക്കും ആദ്യത്തെ വിവാദം കിറ്റക്സായി ബന്ധപ്പെട്ടായിരുന്നു. നമ്മളുടെ പ്രശ്നമൊന്നുമല്ല, അവരുടേതായ പ്രശ്നങ്ങളാണ് അവർ പോകാൻ തീരുമാനിച്ചു. എന്നാൽ അവർ ഉന്നയിച്ചതിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി. ഞങ്ങൾ അവരെ ചീത്ത പറയാനോ ഏറ്റുമുട്ടാനോ അല്ല തന്നത്. ഉന്നയിച്ചൊരു പ്രശ്നം, പരിശോധനയ്ക്കൊരു ക്രമമില്ല. അത് ശരിയാണോ? അപ്പൊ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ഏറ്റവും ലേറ്റസ്റ്റ് സംവിധാനം നമ്മളിവിടെ ഏർപ്പെടുത്തി. KSIS, കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം. എല്ലാ വകുപ്പുകളുടെയും പരിശോധനകൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കി. ഒരു ഉദ്യോഗസ്ഥനും സ്വയം തോന്നി പരിശോധിക്കാൻ പറ്റില്ല. സിസ്റ്റം നിശ്ചയിക്കുന്ന പോലെ പരിശോധന കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പൊ വിമർശനത്തിന് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം. പക്ഷെ അതുകൊണ്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായില്ല, പോയിട്ടില്ല. കാരണം അവരിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, നേരത്തെ ഉള്ള സ്ട്രെങ്ത്തും ഉണ്ട്. ചിലർ വിചാരിച്ച അവർ പൂട്ടിപ്പോയി, ഇവിടെ ഇല്ല എന്നാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പ്രതീക്ഷ അവർ പോയി. അവരുടെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ശാന്തമായി പ്രവർത്തിക്കുന്നു. അത്രയും ജീവനക്കാരും അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവര് മറ്റൊരു സംസ്ഥാനത്ത് പോയി അടുത്ത ഇൻവെസ്റ്റ്മെന്റ് അവിടെ ആകട്ടെ എന്ന് തീരുമാനിച്ചു. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് അധികം വൈകാതെ അവിടെ പ്രവർത്തനം ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അവർ പറയുന്നത് ഒരു 10,000 പേര് ഇപ്പോൾ അടുത്ത വർഷമോ 2 വർഷം കൊണ്ടോ അവിടെ ജോലി വരായിരിക്കാം. നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നതിൽ അധികവും മൈഗ്രന്റ് ലേബേഴ്സാണ്. അവരുടെ ഒരു 10,000 പേർക്ക് ജോലി എടുക്കുമ്പോൾ 10,000 രൂപയാണ് ശരാശരി ശമ്പളം. അപ്പോൾ ഒരു വർഷം 120 കോടി ശമ്പളം കിട്ടാവുന്ന ജോലി അധികമായി ഇവിടെ വരാവുന്നത് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നതാണ്. ഇപ്പൊ വന്നിട്ടില്ല, അത് തുടങ്ങുമ്പോൾ വരുമായിരിക്കാം. കഴിഞ്ഞ വർഷമാണ് നമ്മൾ IBM ഉദ്ഘാടനം ചെയ്തത്, സെപ്റ്റംബറിൽ. 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഞാനും IBM-ന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയും കണ്ടു. ഓൾറെഡി 2,000 പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം പകുതിയോടുകൂടി 3,000 പേരെ റിക്രൂട്ട് ചെയ്യും. ഒരാൾക്ക് ശരാശരി ഒരു വർഷം കൊടുക്കുന്നത് 20 ലക്ഷം രൂപയാണ്. 3,000 പേർക്ക് 20 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം 600 കോടി രൂപ ശമ്പളം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു പച്ചക്കള്ളമാണ് രാജീവ് പറയുന്നത് അറിയാമോ? ഒന്നാമത് കിറ്റക്സാബു 10,000 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് പറയുന്നത് 100% തെറ്റാണ്. സാബുവിന്റെ കാര്യം പറയുമ്പോൾ പ്രതിമാസ ശമ്പളം പറയും, IBM-ന്റെ കാര്യം വാർഷിക ശമ്പളം പറയും. അതുകൊണ്ട് ഒരു സംഭവം മതി. കിറ്റക്സാബുവിന്റെ സ്ഥാപനത്തിൽ വർക്കറായി ജോലിക്ക് കയറുന്ന ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾക്ക് ആദ്യത്തെ 3 മാസം 1.5 ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ ശമ്പളം. ആ 3 മാസം കഴിഞ്ഞ് പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അത് 2 ലക്ഷമാവും. കിറ്റക്സാബുവിന്റെ കമ്പനിയിൽ 80 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളമുള്ളവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ശമ്പളക്കാരാണ് കിറ്റക്സാബിന്റെ കമ്പനിയിലുള്ളത്. 2, ഇവർക്ക് ESI-യും PF-ഉം ഉണ്ട്, സൗജന്യ ഭക്ഷണമുണ്ട്, സൗജന്യ താമസമുണ്ട്. അതിന് ഏകദേശം അത്രയും പണം വരും. ഈ കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടാണ് IBM കൊണ്ടുവരുന്ന സർവീസിനെ കുറിച്ച് പറയുന്നത്. കിറ്റക്സാബ് 10,000 പേർക്കല്ല തൊഴിൽ കൊടുക്കുന്നത്, 50,000 പേർക്കാണ്. തെലങ്കാനയിൽ 50,000 പേർക്കാണ് തൊഴിൽ കൊടുത്തത്. കിറ്റക്സാബ് ഇവിടെ 10,000 പേർക്ക് കൊടുക്കുന്നു. 10,000 രൂപ ശമ്പളം എന്നൊക്കെ പറയുന്നത് രാജീവിന്റെ പച്ചക്കള്ളമാണ്. 50,000 പേർക്കാണ് ശമ്പളം കൊടുക്കുന്നത്. 50,000 പേർക്ക് സൗജന്യ താമസവും ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്.
കിറ്റക്സ് സാബുവിന്റെ ഉൽപ്പന്നങ്ങളോട് ചേർന്ന് എത്രയോ ഉപതൊഴിൽ പലർക്കും കിട്ടുന്നുണ്ട്. IBM കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞത് നേരാണത്. ഇവർ പറയുന്ന പോലെ 2000 പേർക്ക് തൊഴിൽ കൊടുത്തു പറഞ്ഞ കള്ളമാണ്. 1500 പേർക്ക് കൊടുത്തുള്ളൂ, ഇനി 3000 പേർക്ക് പറഞ്ഞ അവകാശവാദമാണ്. IBMന്റെ സോഫ്റ്റ്വെയർ ലാബാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നല്ല പ്രതിഭയുള്ള ഇടങ്ങളിലെല്ലാം ഹൈദരാബാദിലും പൂനെയിലും അഹമ്മദാബാദിലും ഒക്കെ ഉണ്ട്, ബാംഗ്ലൂരും ഒക്കെ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ കൊച്ചിയിലുമുണ്ട്. അത് IBMനെ സംബന്ധിച്ചിടത്തോളം ഈ ടാലന്റ് കിട്ടുന്ന ഏക ഇടമായതുകൊണ്ട് വന്നതാണ്. അത് പിണറായി വിജയൻ കൊണ്ടുവന്നല്ല, IBM ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ അതിനുള്ള വ്യാവസായിക സാഹചര്യം ഉള്ളത് കൊണ്ട് കൊണ്ടുവന്നതാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ഹൈ എൻഡ് ജോലിയാണ്. സാധാരണക്കാർക്ക് ജോലി കിട്ടില്ല. ഇവിടെ പണിയില്ലാതെ അലയുന്നത് സാധാരണക്കാരാണ്. ഇപ്പൊ അമേരിക്ക നാളെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് രാജ്യത്തിന്റെ അവകാശവാദം. അമേരിക്കയിൽ നാളെ തിരിച്ചു കൊണ്ടുവരുന്നതാണോ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്? ഇവിടെയുള്ള പാവങ്ങൾക്ക് ജോലി കൊടുക്കുന്നില്ലേ? പാവങ്ങൾക്ക് ജോലി കൊടുക്കാൻ, എല്ലാ തരത്തിലുള്ളവർക്ക് ജോലി കൊടുക്കാൻ സാബുവിന് കഴിയും. എവിടെയും ജോലി കിട്ടുന്നവർക്ക്, അതിലും ഏറ്റവും മിടുക്കന്മാരെ മാത്രമേ IBM എടുക്കൂ. എഞ്ചിനീയറിംഗ് പഠിച്ചാലൊന്നും പോകില്ല, ഏറ്റവും മിടുക്കരെ എടുക്കൂ. എവിടെ ചെന്നാൽ അവർക്ക് പണി കിട്ടുന്നത് നല്ല കാര്യമാണ്, മോശമല്ല. പക്ഷേ ഈ IT-കാർക്ക് 10-15 വർഷം മാത്രമേ കരിയറുള്ളൂ. അവർ ഊറ്റിയെടുക്കുവാണ്. അവകാശങ്ങളൊന്നുമില്ല, തൊഴിലാളി യൂണിയൻ ഇല്ല. എന്നാൽ സാമൂഹ്യ ജീവനക്കാരാണ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഇങ്ങനെ എത്ര കാലം നുണ പറഞ്ഞ് രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും? കിറ്റക്സ് സാബു ഇതിന് പറയുന്ന മറുപടി കൂടി കേൾക്കുക. നമ്മള് ഈ വ്യവസായ മന്ത്രി പറഞ്ഞ കാര്യത്തിനൊന്നും മറുപടി പറയുന്നത് തന്നെ ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം അദ്ദേഹം ഈ വ്യവസായങ്ങളൊക്കെ നശിപ്പിച്ച്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് കല്ലെറിഞ്ഞും തീവച്ചും വ്യവസായങ്ങളെ പൂട്ടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ പിന്നെ പറഞ്ഞ കാര്യത്തിന് ഇപ്പോ അദ്ദേഹം പറയുന്നു IBM-ല് 20 ലക്ഷം രൂപ സാലറിയിലാണ് ആളുകളെ വെക്കുന്നത്. ഇവിടുത്തെ പറഞ്ഞപ്പോ, ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അത് മാസത്തെ ശമ്പളവും, IBM-ന്റെ കാര്യം പറഞ്ഞപ്പോൾ വർഷത്തെ ശമ്പളവുമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പോലുമില്ലാത്ത, അതായത് സ്കൂളിൽ പോലും പോകാത്ത ഒരാളെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഈ കാർഷിക മേഖലയിൽ നിന്നും മറ്റുള്ള മേഖലകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെയുള്ള ആളുകളുടെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ മുതൽ 85 ലക്ഷം രൂപ വരെ സാലറി മേടിക്കുന്നവരാണ് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവർക്ക് 20 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളതല്ല. ഞങ്ങൾ 1.5 ലക്ഷം രൂപ മുതൽ 85 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട് സാലറി. പിന്നെ രണ്ടാമത് 10,000 പേരുടെ ജോലിയാണ് പോയത് എന്ന് പറയുന്നു. അതല്ല, അത് തെറ്റാണത്. കാരണം തെലങ്കാനയിൽ ഞങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് 50,000 തൊഴിലുകളാണത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഏതാണ്ട് ഒരു മാസം ഏതാണ്ട് 1000 മുതൽ 1500 കോടി രൂപയുടെ സാലറിയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്.